കഴിഞ്ഞ ദിവസം നമ്മളുടെ വീഡിയോയുടെ കീഴിൽ ഒരാൾ വന്ന് ചോദിച്ച ചോദ്യമാണ് ഈ ട്രേഡിംഗ് വ്യൂ അല്ലെങ്കിൽ നമ്മൾ ട്രേഡിംഗ് ടെർമിനലിലേക്ക് വരാൻ നേരത്ത് എന്തൊക്കെ അത്യാവശ്യം ടൂളുകളും കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ മീൻസ് ഒരു കമൻറ്റ്. അപ്പോൾ ഈ കമൻറ്റ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നി ജസ്റ്റ് എന്നാൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്താലെന്ന്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ടെർമിനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ടൂളാണ്, അത് എങ്ങനെയാണ് എടുക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഞാനിതിൽ എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഞാനിത് കാണിച്ചു തരുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ബേസിക്കായിട്ടൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ചാർട്ടിലേക്ക് വന്നു. ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചാർട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് വേണ്ട ട്രെൻഡ് ലൈനാണ് വേണ്ടത്. അതായത് നമ്മളൊരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ആസ് എ ട്രേഡർ, ടെക്നിക്കൽ സൈഡ് നോക്കുന്ന അനാലിസിസ് നോക്കുന്ന ട്രേഡർ ആണെങ്കിൽ ആദ്യം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിരിക്കും നോക്കുന്നത്. സോ നമ്മൾ നേരെ ആദ്യം ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പോകും. ട്രെൻഡ് ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കുന്ന ടൂൾ വേണം. സോ നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറേയേറെ ബട്ടൺസ് ഉണ്ട്. അതിൻ്റെ സൈഡിൽ നമ്മളിവിടെ ഓരോന്നിൻ്റെ ഇവിടെ കൊണ്ടുവെക്കാൻ നേരത്ത് സൈഡിലോട്ട് ഓരോ ആരോ കാണും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഓരോ ആരോ കാണും. അപ്പം ആ ആരോയെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള എന്തൊക്കെ ടൂളുകളാണോ അതെല്ലാം കാണിക്കും. നമുക്ക് ആദ്യം ട്രെൻഡ് ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ വരയ്ക്കുന്ന ടൂൾ വേണം. സോ നമ്മൾ നേരെ സൈഡിൽ വന്നു. ഈ തൊട്ട് താഴെയുള്ള ഈ രണ്ടാമത്തെ ഇതിനുള്ളിൽ വന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ട്രെൻഡ് ലൈൻ എന്നുള്ള ഓപ്ഷൻ വന്നു. ട്രെൻഡ് ലൈൻ എന്ന ഓപ്ഷൻ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ തൊട്ട് സൈഡിലായിട്ടൊരു സ്റ്റാറിൻ്റെ ബട്ടൺ ഉണ്ട്. ആ സ്റ്റാറിൻ്റെ ബട്ടൺ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് അത് മാറും. സോ ഞാനിവിടെ നേരെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഇത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ഒരു ഇത് ഐക്കൺ വന്നിട്ടുണ്ട്. ഞാനിവിടെ അൺചെക്ക് ചെയ്തിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടോ പോയി. ഇപ്പം വന്നു. ഇപ്പോൾ നമുക്ക് ഈസി ടു ആക്സസ് എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് വരുന്നത്. സോ നമുക്ക് ഇത് വെച്ചിട്ട് ജസ്റ്റ് ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നു. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, നേരെ എടുത്തതിന് ശേഷം മുകളിലോട്ട് ട്രെൻഡ് ലൈൻ വരച്ചു. അതിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഞാൻ കൃത്യമായിട്ട് ടച്ച് കിട്ടത്തക്ക വിധത്തിൽ ഞാൻ വരച്ചെടുത്തു. ഞാൻ ഇവിടെ വന്നു, ഇവിടെയും ഒരു സപ്പോർട്ട് ഞാൻ ജസ്റ്റ് വരച്ചു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിത് ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ഇവിടെ ഞാൻ ഇതിൻ്റെ ട്രെൻഡ് ലൈൻ വരച്ചു. ട്രെൻഡ് ലൈനിൽ കൂടിയുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കാൻ നേരത്ത് ഇങ്ങനെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കിട്ടുമല്ലോ, ഇവിടെ ഒരു സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ എന്നുള്ളൊരു രീതി വരയ്ക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോക്സ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബോക്സിനുള്ള ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ എന്നുള്ള രീതി നമുക്ക് വരയ്ക്കാം. അതിനുവേണ്ടി നമുക്ക് ബോക്സ് വേണം. അപ്പം നമ്മൾ നേരെ തൊട്ട് താഴെ വന്നിട്ട് ഇതിനകത്ത് ചെക്ക് ചെയ്തു, അതിനകത്തില്ല. നേരെ നമ്മൾ അടുത്തതിനകത്തില്ല. നേരെ തൊട്ട് താഴത്തേനകത്ത് വന്നു, അതിനകത്തില്ല. ഇവിടെ ഈ സൈഡിൽ തന്നെ ട്രയാങ്കിള് ഇതുണ്ട്, റെക്റ്റാങ്കിൾ എന്നുള്ള അത് ചെക്ക് ചെയ്തു. അപ്പം നേരെ ഇങ്ങോട്ടുള്ളത് വന്നു. നമ്മളിത് ക്ലിക്ക് ചെയ്തു. നേരെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഒരു സപ്പോർട്ട് വരച്ച് നമ്മൾ വരച്ച് കഴിയാൻ നേരത്ത് തന്നെ ഇവിടെ ഒരു ഐക്കൺ വന്നു. ഇവിടെ നമുക്ക് ഇതിൻ്റെ കളറോ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ആദ്യത്തെ ഇതെടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ബോർഡറാണ് നിറം മാറിയത്. അതുപോലെ രണ്ടാമത്തെ വെച്ച് കഴിയാൻ നേരത്ത് അവിടെ ഇതിൻ്റെ നിറം മാറി. നമുക്കത് ഏത് നിറം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നമ്മളുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് മനസ്സിലാകാത്ത വിധത്തിൽ ഏത് നിറം വേണമെങ്കിലും നമുക്ക് കൊടുക്കുന്നുണ്ട്, യാതൊരു തെറ്റുമില്ല. ഓക്കെ, മൂന്നാമത് ഇനിയിപ്പം വരാൻ നേരത്ത് ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുക്കാൻ നേരത്ത് നമ്മൾ എത്ര പെർസെൻറ്റേജ് മുകളിലേക്ക് നമുക്ക് വേണം, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് താഴേക്ക് നമ്മളതിൻ്റെ SL വെക്കണം എന്നുള്ള ഒരു സംഗതി നോക്കണം. അപ്പോൾ നമ്മൾ നേരെ താഴേക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ലോങ് പൊസിഷൻ എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ വില മുകളിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ മുകളിലേക്കാണെങ്കിൽ ബയേഴ്സാണ് കയറുന്നത് എന്നാണ് നമ്മളുടെ കോൺസെപ്റ്റ് എങ്കിൽ നമുക്ക് ഈ ലോങ് പൊസിഷനിലെടുത്ത് നമുക്കത് നോക്കാം, അതെങ്ങനെ വരുന്നത്. ലോങ് പൊസിഷനും അതുപോലെ തന്നെ ഷോർട്ട് പൊസിഷൻ ഞാൻ ചെക്ക് ചെയ്യുകയാണ്. ഇത് രണ്ടും നമുക്ക് ആവശ്യം വരുന്നതാണ്. സോ ഞാനിത് ലോങ് പൊസിഷൻ എടുത്ത് ക്ലിക്ക് ചെയ്തു. ഞാൻ ഇവിടെ വെച്ചിട്ട് പതുക്കെ ഒന്ന് നോക്കുകയാണ് എത്ര പെർസെൻറ്റേജ് നമുക്ക് ഇവിടെ കിട്ടുമെന്നുള്ളത്. നമ്മൾ അടുത്ത SL നമ്മൾ ഈ ഒരു പരിസരത്താണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് SLും അതുപോലെ ടാർഗറ്റും നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് 2.47 എന്നുള്ളത്. അതായത് ഇത് ഈ ചുവപ്പ് കളർ കാണിക്കുന്നത് SL ആണ്, മുകളിലേക്കുള്ളത് ഗ്രോത്ത് ആണ്. അതായത് ഈ താഴെ കാണിക്കുന്ന ചുവപ്പിനേക്കാൾ 2.47 ടൈംസ് കൂടുതലാണ് മുകളിലേക്കുള്ള ടാർഗറ്റ്. അതായത് നമ്മൾ സിമ്പിളാക്കി പറഞ്ഞു കഴിഞ്ഞാൽ
1:2.47 എന്നുള്ളതാണ് ഇവിടുത്തെ റേഷ്യോ വരുന്നത്. ഇതേപോലെ തന്നെ ഇതിപ്പം നമ്മൾ മുകളിലേക്കുള്ളതാണ് നമ്മൾ ചെയ്തതെങ്കിൽ നേരെ ഷോർട്ട് പൊസിഷൻ വരാൻ നേരത്ത് നേരെ താഴേക്കായിരിക്കും ഇത് വരുന്നത്. അതായത് താഴേക്കാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ വ്യൂ അനുസരിച്ച് താഴേക്കാണ് പ്രൈസ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് നമ്മൾ ഇവിടെ ആയിരിക്കും വെക്കുന്നത്. താഴേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതാണ് 2%. അതായത് മുകളിൽ നമ്മുടെ SL 1% ആണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് 2%. അതായത് 2:1 എന്നുള്ള രീതിയിൽ വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉപകാരപ്പെടുന്നൊരു കേസാണ് പ്രൈസിൻ്റെ ചേഞ്ച്, പ്രൈസിൻ്റെ റേഞ്ച്. അതായത് പ്രൈസിൻ്റെ റേഞ്ച് ഞാൻ ചെക്ക് ചെയ്തു, അത് നമുക്ക് അത്യാവശ്യം നോക്കാൻ നമുക്ക് വേണ്ടതാണ്. ഇതിനകത്തൊരു ഉദാഹരണം ഞാൻ ഇതിൻ്റെ കാണിച്ചു തരികയാണെങ്കിൽ നമ്മളുടെ പ്രൈസ് ഇപ്പം നിൽക്കുന്ന മേഖലയെന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ്. ഈ ഒരു സൈഡെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു ലൈൻ വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. സോ ഞാൻ നേരെ ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം നമ്മളുടെ മുകളിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷനിൽ വന്നിട്ട് ഇവിടെ ഹോറിസോൺ ലൈൻ എന്നുള്ളത് ഞാൻ നേരെ എടുത്തു. ഹോറിസോൺ ലൈൻ വന്നപ്പോൾ ഇവിടെ വന്നു. അത് നേരെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണ് നമുക്ക് വര വരയ്ക്കേണ്ടത് ആ നേരെ ഭാഗത്ത് വരെ ഒറ്റ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ നീട്ടിയൊരു വര വരും. അല്ല എങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. ഇവിടെ നമ്മൾ ഹോറിസോണ്ടൽ റേ എന്നുള്ളതും കിടക്കും. അതായത് ഹോറിസോണ്ടൽ ഈ ലൈൻ എന്ന് പറയാൻ നേരത്ത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങേ അറ്റം വരെ മൊത്തത്തിൽ ഒറ്റ ലൈനായിട്ട് പോകും. അതിന് പകരമായിട്ട് നമുക്ക് ഹോറിസോണ്ടൽ റേ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടം വരെയാണോ ലൈൻ വേണ്ടത് അവിടം വരെയുള്ള ലൈൻ മാത്രമായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇതിന് ശേഷം ഞാൻ നേരെ ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ വര നമ്മളുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും നമ്മൾ എവിടെ വെച്ചാണ് ക്ലിക്ക് ചെയ്ത് അവിടം വരെയുള്ള നീളത്തിലുള്ള ഒരു ഹൊറിസോണ്ടൽ വരയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായ പ്രൈസ് ഇവിടെയാണ് നിൽക്കുന്നത് എന്നാണ്. ഇതാണ് ഇപ്പം സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇപ്പം പ്രൈസ് റിവേഴ്സ് ആയിരിക്കുന്നത്. സോ അവിടേക്ക് ഞാനൊരു റെസിസ്റ്റൻസ് പോയിന്റ് കണക്കാക്കാൻ വേണ്ടി ഒരു വര ഞാൻ അവിടെയും വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് നമുക്ക് കിട്ടി, റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി. അതായത് ഈ സപ്പോർട്ടിൻ്റെ റെസിസ്റ്റൻ്റെയും ഇടയ്ക്കുള്ള എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നുള്ളത് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതെടുത്തത്. അതായത് പ്രൈസ് റേഞ്ച് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തന്നിരുന്നത് നിങ്ങളെ എവിടെ നിന്നാണ് അത് എടുക്കുന്നതെന്നുള്ളത്. നേരെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈസ് റേഞ്ച് ഇതാണ് പ്രൈസ് റേഞ്ച് നമ്മൾ ഇവിടെ അൺചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഏറ്റവും താഴെ ഇവിടെ വന്നു. അവിടെ നമ്മൾ വന്നതിന് ശേഷം എവിടെയാണോ പ്രൈസ് എവിടെ മുതലുള്ള പ്രൈസാണ് നമുക്ക് എടുക്കേണ്ടത് അവിടെ മുതൽ നമ്മളുടെ അടുത്ത ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ 48% എന്ന് കൃത്യമായിട്ട് കണക്കാക്കും. ഇത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിടുക, നമ്മളതൊന്നും നോക്കണ്ട. നമ്മൾ ഈ 48% മാത്രം നമ്മൾ നോക്കിയാൽ മതി. സോ അതായത് ഈ പ്രൈസ് ഇപ്പം നിൽക്കുന്ന ഈ ഒരു മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ സോൺ വരച്ചിരിക്കുന്ന തൊട്ട് മുകളിൽ നിന്ന് പ്രൈസ് അടുത്ത റെസിസ്റ്റൻസ് വരെ ഏകദേശം 48.2% വരെ നമുക്ക് മുകളിലേക്ക് ഇനി ഗ്രോത്തിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്തത് വരികയാണെങ്കിൽ അതുപോലെ തന്നെ തൊട്ട് ഡേറ്റ് റേഞ്ച് എന്നുള്ളത് കാണിക്കും. ഡേറ്റ് റേഞ്ച് എന്താ ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് അതും ചെക്ക് ചെയ്യുന്നു. അതായത് ഡേറ്റ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണെന്ന് വിചാരിക്കുക. അതായത് ഈ ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെയുള്ള എത്ര ക്യാൻഡിലുണ്ട്, അതായത് ഡേ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ക്യാൻഡിലേ വരത്തുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മുതൽ വേറൊരു പർട്ടിക്കുലർ ഏരിയ വരെയുള്ള എത്ര ക്യാൻഡിലുകൾ ഉണ്ട് അല്ലെങ്കിൽ എത്ര ബാറുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. നേരെ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ മുതലാണ് നമുക്കറിയേണ്ടതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടം വരെയുള്ളതാണ് എടുക്കേണ്ടത്. അവിടെ വരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ താഴെ കാണിക്കും 38 ബാറും ഈ 38 ബാറിൻ്റെ ടോട്ടൽ വോളിയമാണ് ഇവിടെ 187.44 എന്നുള്ള വോളിയം കാണിച്ചിരിക്കുന്നത്. അതുപോലെ 56 ദിവസം എടുത്തിട്ടാണ് ഈ 39 ക്യാൻഡിൽ ഉണ്ടായിരിക്കുന്നത്. 56 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ തന്നെ ഹോളിഡേയ്സും കാര്യങ്ങളെല്ലാം കൂട്ടും. അതായത് ഫ്രം ഡേറ്റും ടു ഡേറ്റും ഇടയ്ക്കുള്ള ഡേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന രീതിയിൽ മാത്രമാണ് ഇവിടെ ഇത് കാണിക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നോട്ടുകളോ കാര്യങ്ങളൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വരിക. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഈ ടെക്സ്റ്റ് എന്നുള്ളതുണ്ട്. ടെക്സ്റ്റ് എന്നുള്ള നേരെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ടെക്സ്റ്റ് കിട്ടി. നമുക്കതിന് ശേഷം ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനുള്ള ടൈപ്പ് ചെയ്ത് നേരെ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ അതുപോലെ ഇവിടെ വരും. ഓക്കെ, ടെസ്റ്റ് ഓക്കെ വേണ്ട. അപ്പം നമുക്ക് അതും മനസ്സിലായി. സോ ഇനി നമുക്ക് അടുത്ത് നോക്കാൻ ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ മതി. ഒരു ടെക്നിക്കൽ അനാലിസിസ് നടത്താൻ വേണ്ടി ഒരു ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മതി.
പിന്നെ ബാക്കിയുള്ള ഇഷ്ടംപോലെ ടൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഓരോന്നോരോന്ന് നമ്മൾ എടുത്ത് വെച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒത്തിരിയധികം ടൂളുകളുണ്ട് ഇതിനകത്തെ. ഒരുമാതിരിപ്പെട്ടതൊക്കെ നമ്മൾ ഡെയിലി യൂസിൽ നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ഈ കാണിച്ചു തന്നിരിക്കുന്ന ഇത്രയും ടൂൾ വെച്ച് തന്നെ നമുക്ക് ബേസിക്കായിട്ടുള്ള അനാലിസിസ് സിമ്പിളായിട്ട് നമുക്ക് നടത്താം. അതുപോലെ ബ്രഷ്, ഹൈലൈറ്റ് ഇതെല്ലാം ഉണ്ട്. ബ്രഷ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ബ്രഷൊന്നുമില്ല, അവിടെ ക്ലിക്ക് ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ വട്ടം വരയ്ക്കാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമുക്കിവിടെ എഴുതാനോ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ബ്രഷ് എന്നുള്ള സംഭവമാണ് ഉപയോഗിക്കാം. അങ്ങനെ ഇഷ്ടംപോലെ ടൂളുകൾ അത്യാവശ്യം ഇവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തന്ന ഇത്രയും കേസുകളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബേസിക്കായിട്ടുള്ള ഒരു അനാലിസിസ് നടത്താൻ വേണ്ടി ഇത് തന്നെ ധാരാളമാണ്. എന്താണെങ്കിലും എല്ലാവരും പരീക്ഷിക്കുക. ഇവിടെ ഓരോ ടൂളുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഇഷ്ടംപോലെ ഈ സൈഡിലുണ്ട്. ഓരോ ടൂളുകളും എടുത്തെടുത്ത് വെച്ച് നമ്മൾ തന്നെ പരീക്ഷിച്ച് കഴിയാനും കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.